മോബിന്റെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എല്ലാ കാലവും എല്ലാവരെയും എല്ലാ പരിപാടിക്കും കിട്ടത്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഉദാഹരണം അണ്ണാ ഹസാരെ തന്നെ. അണ്ണാ ഹസാരെ പലപ്പോഴും സത്യാഗ്രഹം കിടക്കാറുണ്ട്, നിരാഹാരം ഇരിക്കാറുണ്ട്. പക്ഷെ എല്ലാ നിരാഹാരത്തിനും എല്ലാ സത്യാഗ്രഹത്തിനും പബ്ലിക് അറ്റൻഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. എത്രയോ എണ്ണം ഇങ്ങനെ അല്ലാതെ യാതൊരു ഉത്തരവും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരു നടപടിയും ഇല്ലാതെ എത്രയോ എണ്ണം അദ്ദേഹം മതിയാക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിരാഹാരവും സമരവും ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാ കാലവും എല്ലാ പരിപാടിക്കും എല്ലാവരും വന്ന് ഒരു മോബിന്റെ സൈക്കോളജി ഭയങ്കരമായിട്ട് മോബ് സ്ട്രാറ്റജി വരില്ല. അതാണ് മോബിന്റെ സ്ട്രാറ്റജി. അവരിപ്പം നിർഭയ അവിടെ കൊലപാതകം നടന്നപ്പോൾ, റേപ്പ് നടന്നപ്പോൾ ഡൽഹിയിൽ വലിയ കലാപമാണ്, വലിയ പ്രക്ഷോഭമാണ് ഉണ്ടായത്. പക്ഷേ ഇനിയിപ്പോൾ വേറെ രണ്ടാമത് എത്രയോ എണ്ണം അവിടെ നടന്നു, അത്ര വലിയ പ്രക്ഷോഭം ഉണ്ടായില്ല. ബംഗാളിൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ വലിയ പ്രക്ഷോഭം ഉണ്ടായി, അത് മമതാ ബാനർജിക്കും വലിയ ഇഷ്യൂ ആയി. പക്ഷേ അതിനുശേഷം എത്ര എണ്ണം ഉണ്ടാവില്ല. ഇതൊരു മോബിന്റെ ഒരു സൈക്കോളജി ഉണ്ട്. ചില വിഷയങ്ങളിൽ ചില സമയങ്ങളിൽ കൊടുങ്കാറ്റ് തൂഫാൻ അടിക്കും പോലെ, കൊടുങ്കാറ്റടിക്കും പോലെ ചില സമയത്ത് ചില വിഷയങ്ങളിൽ കയറി അടിക്കും. അത് കഴിഞ്ഞാൽ ഈ അടിപ്പങ്ങ് നിൽക്കും.